സാധിക്കാത്ത എത്രയോ സങ്കട കാഴ്ചകളുണ്ട്. ആ കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിൽ എത്രയോ മനുഷ്യന്മാരുണ്ടാകാം. ഇതൊക്കെ ഒരു വലിയ തോതിൽ ജനങ്ങൾ ഇരുന്ന പ്രദേശമാണ്. അതാണ് ഇപ്പോൾ കണ്ണീർ ചാലായി ഉഴുതുമറിച്ച നിലയിൽ കിടക്കുന്നത്, പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത്. ആ പുഞ്ചിരിമട്ടത്തു നിന്നും ഒലിച്ചെത്തിയ ആ ഉരുൾ അത് എത്രയോ ജീവിതങ്ങളാണ് ഇല്ലാതാക്കിയത് എന്നുള്ളത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അന്നാട്ടുകാർ ഇപ്പോഴും വല്ലാത്തൊരു ഷോക്കിലാണ്, ഇപ്പോഴും വല്ലാത്തൊരു ആഘാതത്തിലാണ്. ആ ദുരന്തത്തെ നേരിട്ട് കണ്ട് ആ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ അതിലും ഭീതിജനകമാണ്. ഉറ്റവർ പലരും നഷ്ടമായി. ജീവൻ തിരികെ ലഭിച്ചത് അത് വേണ്ടായിരുന്നു എന്ന് സ്വയം ശപിക്കുന്നവരെയും നമുക്ക് ആ ക്യാമ്പുകളിൽ കാണാൻ കഴിയുന്നു. അത്രമാത്രം ഞെട്ടിക്കുന്ന, അത്രമാത്രം നിരാശാജനകമായിട്ടുള്ള ചില ജീവിതങ്ങളും അവിടെ ബാക്കിയാവുന്നുണ്ട് ഈ ദുരന്തത്തിന് പിന്നാലെ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും പ്രിയപ്പെട്ടതെല്ലാം അത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന പങ്കുവയ്ക്കുന്നു വെള്ളാർമല നിവാസികൾ. പലരും സുരക്ഷിത സ്ഥാനത്തേക്ക് നേരത്തെ മാറിയതുകൊണ്ടാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഉരുളിനൊപ്പം വന്ന മണ്ണും വെള്ളവും മരങ്ങളും അവരുടെ എല്ലാം കവർന്നെടുത്തു. ദുരന്തം ഒരു പ്രദേശത്തിന്റെ അടയാളങ്ങളെ മുഴുവൻ മായ്ച്ചു കളഞ്ഞതിന്റെ നേർക്കാഴ്ചകളാണ് ഈ വെള്ളാർമല വില്ലേജിൽ നമുക്ക് കാണാനാകുന്നത്. ഇവിടെ വീടുകളിലേക്കൊക്കെ തന്നെ ഉരുൾപൊട്ടലിനെ തുടർന്ന് വെള്ളം കയറി എല്ലായിടത്തും നമുക്ക് വാട്ടർമാർക്കുകൾ കാണാൻ സാധിക്കും. ആശ്വാസം നൽകുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ വലിയ ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ്. എന്നോടൊപ്പം ചേരുന്നത് ഈ വീട്ടിലുണ്ടായിരുന്ന ജയഘോഷ് എന്ന ആളാണ്. ഇവിടെ വല്ലാത്തൊരു ദുരന്തമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 2019 ചെറിയ തോതിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. അത് കാരണം നമുക്ക് ഒരു പേടി തോന്നി. വെള്ളം വരുന്നത്, മഴ പെയ്യുന്നത് കാണുമ്പം വീണ്ടും വെള്ളം കയറിയാലോ എന്നുള്ള പേടി കാരണം അച്ഛനും അച്ഛമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ കോഴിക്കോട് വേറെ വർക്കിലാണ്. അപ്പോൾ അവരിവിടുന്ന് സ്വയം തന്നെ മാറി ബന്ധുവീട്ടിൽ മാറി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. ഞങ്ങൾക്കൊരു വലിയൊരു അപകടമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ സ്ഥലവും എല്ലാം വീടും ഒക്കെ ഈ അവസ്ഥയിലാണുള്ളത്. അത് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വിഷമം ആലോചിച്ച് നോക്കുമ്പോൾ ഇത് അത്ര കണ്ട് പ്രശ്നമില്ലാത്തതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. മേലെ ഒരുപാട് പേര് പോവുകയും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരൻ്റെയൊക്കെ ബോഡി ഇനിയും കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് വിഷമം നൽകുന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ നാട് തന്നെ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ മാറിപ്പോയി. ഇനി എങ്ങനെ ഇവിടെ ജീവിക്കും, ഇനി എങ്ങനെ ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യും, നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും മക്കളും നമ്മുടെ പാരൻസ് തന്ന ഈ സമ്പത്തിൽ എങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ ഒരു ആഘാതത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇതിനകത്ത് നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യും? ഞങ്ങൾ പിന്നെയും കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്തേലും. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ വലിയ മാനസിക ആഘാതത്തിലാണ്. അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അവരൊക്കെ എവിടെയുള്ളപ്പോൾ അച്ഛനിവിടെ ഞങ്ങളോട് വന്നിട്ടുണ്ട്, ഇത് കാണാം. അച്ഛൻ അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ലാതെ വന്നിട്ടുണ്ട്. അമ്മയും അവരൊക്കെ കോഴിക്കോട് എൻ്റെ വാടക വീട്ടിലാണ്, അവിടെയാണുള്ളത്. പ്രദേശത്തിന്റെ ഈ തോടിനെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ കൈത്തോടായിരുന്നു, അതിപ്പോൾ ഏതാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും ഇവിടെ ചെറിയൊരു, നമ്മളൊക്കെ അലക്കാനും അങ്ങനെ കാലെഴുകാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു തോടായിരുന്നു. ഒരു കഷ്ടി ഒരു 1.5 മീറ്റർ മാത്രം വീതിയുള്ള ചെറിയൊരു തോടായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നില്ല. പിന്നെ ദുരന്തം സംഭവിച്ചത് മേളിൽ നിന്ന് ഉരുൾ പൊട്ടി വന്നിട്ട് മണ്ണ് വന്ന് അടിയുകയും അതിൻ്റെ ഹൈറ്റ് കൂടുകയും തോടിൻ്റെയും പുഴേൻ്റെയൊക്കെ ഹൈറ്റ് കൂടുകയും ചെയ്തു. അപ്പോൾ ഇനി വരുന്ന മലവെള്ളം നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും കയറും, അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറ്റും എന്നൊരു പേടിയും കൂടെ ഞങ്ങൾക്കുണ്ട്. വീട് രക്ഷപ്പെട്ടൊക്കെ വലിയ പാറക്കെട്ടുകളാണെങ്കിൽ ഇവിടെ മണ്ണും മരങ്ങളുമാണ് നാശം ഉണ്ടാക്കി. തീർച്ചയായിട്ടും അത് മേളിൽ നിന്നുള്ള പാറക്കെട്ടുകളും ഉള്ള കുത്തൊഴുക്കുകളും ആ പാറ ഇവിടെ വരെ എത്തിയില്ല. അതവിടെ സ്കൂൾ റോഡിൻ്റെ അവിടെ തന്നെ നിന്നു. ഇങ്ങോട്ട് ഇവിടെ ചളിയും ബാക്കി മരങ്ങളും ആണ് വന്ന് ഇതുണ്ടാക്കിയത്. കല്ലിവിടെ എത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടായേനെ. ഞങ്ങൾ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ട ആളുകളാണ്. ഈ ഒരു പരിസരത്ത്, വില്ലേജ് റോഡിൻ്റെ പരിസരത്ത് എല്ലാവരും തക്ക സമയത്ത് മാറിയതുകൊണ്ട് ആർക്കും തന്നെ ജീവഹാനി ഉണ്ടായിട്ടില്ല. മാത്രമാണ് ആശ്വാസം. നിങ്ങൾ ഇവിടുത്തുകാരനാണ്? അതെ, ഇവിടുത്തുകാരൻ. കുറേ ദിവസമായി തെരച്ചിലൊക്കെ. പിന്നെ അന്ന് പൊട്ടിന്ന് നമ്മൾ അറിഞ്ഞപാടെ തന്നെ രാത്രി 2 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സ്പോട്ടിൽ. അപ്പോൾ പിന്നെ കറക്റ്റ് ഒരു 1 മണിക്കാണ് ഫസ്റ്റ് പൊട്ടുണ്ടായി. പിന്നെ രണ്ടാമത്തെ പൊട്ട് പറയുമ്പോൾ ഒരു 3-3:30 ആയപ്പോഴേക്കും അടുത്ത പൊട്ട് വന്ന്. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഇവിടെ താഴ്ന്നൊക്കെ ഉള്ളവർ രക്ഷപ്പെടാൻ ടൈം കിട്ടി. അല്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ആയിരുന്നു. പിന്നെ പുഴയിൽ കുറേ ദൂരം തിരഞ്ഞോ? ആ പുഴയിൽ നമ്മൾ പിന്നെ ഇവിടെ ഒരു സൂചിപ്പാറ പറഞ്ഞ വെള്ളച്ചാട്ടുണ്ട്. അതിൻ്റെ അവിടേക്ക് ഇനി പോകാൻ കഴിയില്ല. അമ്മാരി വെള്ളം വന്ന് കംപ്ലീറ്റ് വെള്ളം വന്ന് ഏത് ഭാഗമാണെന്നും കൂടി അറിയാത്തൊരു ലെവലായിക്കണ്. ഇനി നമ്മളെ പെങ്ങളെ കുട്ടി, പിന്നെ ഓളെ ഭർത്താവിനെ കിട്ടി, അതേച്ച് പിന്നെ ഓലെ ഫാമിലി മൊത്തം പോയത്. അതിലൊരു ചെറിയൊരു കുട്ടി മാത്രം ബാക്കിയായിട്ട് ഉള്ളൂ.
ബാക്കി എല്ലാവരും ആ ഫാമിലി കംപ്ലീറ്റ് പോയി. തെരച്ചിൽ കൊണ്ടൊക്കെ എത്രമാത്രം ഫലം ഉണ്ടാകുന്നുണ്ട്? എല്ലാവരും തിരയുണ്ട്, എല്ലാ സജ്ജീകരണവും ഉണ്ട്. പക്ഷേ ദുരന്തം വന്നത് അങ്ങനത്തെ ഒരു കോലത്തിലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുത്തുമല പ്രളയത്തിൽ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ താമസം മാറിയതാണ്. നമ്മൾ വീടൊക്കെ കയ്യിലാതി 2019 പോയതാണ്. ഇത് ഇവിടെ കാണുന്ന ഈ വില്ലേജ് പിന്നെ ആണ് ഇവിടുത്തെ വില്ലേജാണ്, വെള്ളാർമല വില്ലേജാണ്. മെഷീനറി ഉപയോഗിച്ച് കഴിഞ്ഞൊരു കാര്യമല്ല. ഇപ്പം നമുക്ക് രാവിലെ ഒരു ബോഡി കിട്ടിയ 1 മണിക്കൂർ മുമ്പ് ബോഡി കിട്ടിയത് കൈകൊണ്ട് നടത്തിയ തെരച്ചിലാണ്. കാരണം മെഷീനറി ഉപയോഗിച്ച് തെരഞ്ഞിട്ട് കാര്യമല്ല. ചളിയോ ആകെ ലൂസായോണ്ടേ വണ്ടി പിടിക്കുമ്പോൾ ഓരോ മേഖലയ്ക്ക് ഓരോ തരത്തിലുള്ള തെരച്ചിലാണ്. അതെ, താഴെ പിന്നെ ഉറപ്പുണ്ട്, ഇവിടെ ലൂസ് മണ്ണായിട്ട് കിട്ടില്ല. നമുക്ക് ഫസ്റ്റ് തെരഞ്ഞപ്പോൾ കൈ കൊണ്ട് തന്നെ ബോഡി കിട്ടിയിരുന്നു. ഇപ്പോൾ മെഷീനറി ഉപയോഗിച്ചിട്ട് കിട്ടുന്നില്ല. സ്മെല്ല് വരുന്നുണ്ട്, പക്ഷെ തിരയാൻ കഴിയുന്നില്ല, ഇറങ്ങാൻ കഴിയില്ല. ഒരാളെ 3/4 ഭാഗത്തോളം ചളിയാണ്, ഈ ഭാഗം തോടാണ്. എന്നാലും ശ്രമിക്കുകയാണ്, പോയാലൊക്കെ നോക്കും ഞങ്ങൾ. ഇവിടുത്തെ ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിലാണ് എൻ്റെ വീട് വരുന്നത്. എല്ലാം പോയി, വീട് പോയി, സ്ഥലം പോയി. ഞാൻ അന്ന് വീട്ടിൽ നിന്ന് മാറിയതുകൊണ്ട് മാത്രം ജീവൻ കിട്ടി. അന്ന് ഇവിടെ പിന്നെ ടൗണിൽ ഷോപ്പിൻ്റെ മുകളിലായിരുന്നു കിടന്നത്. ഷോപ്പ് സേഫാണെന്ന് കരുതിയിട്ടാണ് അവിടേക്ക് പോയത്. പക്ഷെ അവിടെയും വന്നിട്ട് ആ ബ്രിഡ്ജ് പോയതിൻ്റെ മുന്നിലാണ് എല്ലാം തകർന്നു. ലൈവ് നമ്മൾ മരണത്തെ മുഖാമുഖം കാണുമായിരുന്നു. ദൈവാധീനം കൊണ്ട് അവിടെ ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ദൈവാധീനം കൊണ്ട് ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടി, മറ്റൊന്നുമില്ല. എല്ലാം തകർന്നവരൊക്കെ എല്ലാവരും ഉണ്ട്. കുടുംബത്തിലെല്ലാവരും സേഫായിട്ട് ഇപ്പോൾ ക്യാമ്പിലുണ്ട് ഞങ്ങളെല്ലാവരും. അതാണ് ഈ നാടിന് പങ്കുവെക്കാനുള്ളത്. ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസം, ഒപ്പം തന്നെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് ഇല്ലാതായതിൻ്റെ, കാണാതായതിൻ്റെ ദുഃഖം. ഈ നാട് ഈ ദുരന്തത്തിൽ എങ്ങനെ കരകയറുമെന്ന് അറിയാതെ വിലപിക്കുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.